കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയക്കാരൻ. നിയമ പഠനത്തിനു ശേഷം ജനസേവനമാണ് തൻ്റെ കർമ്മപഥമെന്ന് തിരിച്ചറിഞ്ഞ, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനും പ്രകൃതി സ്നേഹിയും. തിരക്കേറിയ തൻ്റെ പൊതുജീവിതത്തിനിടയിലും സ്മൃതിമുദ്രകളിലേക്ക് വരാൻ സന്മനസ് കാണിച്ച ശ്രീ ബിനോയ് വിശ്വത്തിനും പത്നിക്കും സുസ്വാഗതം. ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് സാറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സാർ ആദ്യം മാഡത്തിന് എപ്പോഴാണ് കണ്ടത്? നിങ്ങളുടെ പ്രണയം എവിടെ വെച്ച് ആരംഭിച്ചു? നിങ്ങൾക്ക് നിങ്ങളുടെ ശീലമുള്ള, നിങ്ങളല്ലെങ്കിൽ കേൾക്കുമെന്ന് കാത്തിരിക്കുന്ന ലവ് സ്റ്റോറി ഇല്ല. ലവ് ഉണ്ട് തീർച്ചയായിട്ടും. ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടവരാണ്. എത്ര വയസ്സ് മുതലാണ് സാറ് ശരിക്കും? യു ആർ ഫ്രം വൈക്കം അല്ലേ സർ? എൻ്റെ ജന്മസ്ഥലം വൈക്കമാണ്. മാഡം പെരിന്തൽമണ്ണ. അപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ എവിടെ വെച്ച് കണ്ടുമുട്ടി, എങ്ങനെ എന്നുള്ളതാണ്? കണ്ടുമുട്ടിയത് ഞങ്ങളുടെ അച്ഛനമ്മമാരാ ആദ്യം. കാരണം അവർക്കൊരു ഭൂതകാലമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഷൈലയുടെ അച്ഛനും അമ്മയും രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാലം ജീവിച്ചവരാ. അതിൻ്റെ ഏറ്റവും ത്യാഗം നിറഞ്ഞ കാലത്ത്, ചിലപ്പോൾ മരണം പോലും ഉണ്ടാകുന്ന ചിന്തിക്കുന്ന കാലത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ചവരാണ് എൻ്റെ അച്ഛനും അമ്മയും ഷൈലയുടെ അച്ഛനും അമ്മയും. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് ആ കാലത്ത് തന്നെ. ശരിക്കും ഷൈലയുടെ അപ്പച്ചൻ്റെ അമ്മച്ചയുടെയും കല്യാണത്തിന് ശേഷം രണ്ടുപേരും ഒളിവിലാണെന്ന്. ഒളിവിൽ കഴിയുന്ന അവരുടെ മധുവധു എന്ന് വിളിക്കാവുന്ന ഒന്നുണ്ടെങ്കിൽ അത് നടന്നത് എൻ്റെ അമ്മയുടെ തറവാട്ടി വെച്ചാണ്. അപ്പോൾ അക്കാലം മുതൽ ഞങ്ങൾക്ക് ഒരു ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ചരിത്രമുള്ള, ഞാൻ വളരെ ആദരിക്കുന്ന ഒരു സാഹസിക ജീവിതമുള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെ മകളാണ് ഷൈല. അപ്പോൾ അങ്ങനെ അത് അന്ന് പ്രണയമായിട്ടില്ല, അതിൻ്റെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന് പേരൊന്നുമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും കണ്ടുമുട്ടിയത് പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. മൂവാറ്റുപുഴ വെച്ചൊരു ബാലവേദി ക്യാമ്പുണ്ടായിരുന്നു 73. ഞാനും പ്രീഡിഗ്രി, ഷൈലയും പ്രീഡിഗ്രി. ബാലവേദി എന്ന് വെച്ചാൽ കുട്ടികളുടെ ഒരു ക്യാമ്പ് നടക്കുവാണ്. അത് AISFൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ചൊരു ക്യാമ്പാണ്, കുട്ടികളുടെ ക്യാമ്പ്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്നത്. ആ ക്യാമ്പിന് വേണ്ടി കുത്താട്ടുകുളം മേരിയുടെയും CS ജോർജിൻ്റെയും മകളായ ഷൈല വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ കാത്തിരുന്നു. അതൊന്നും ഇല്ലായിരുന്നു. ഞാൻ സംഘാടകനാണ്, ഞാൻ ജില്ലാ സെക്രട്ടറിയാണ് AISFൻ്റെ അന്ന്. അപ്പം ഈ ക്യാമ്പിലേക്ക് വരുന്ന എല്ലാവരുടെയും ലിസ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എല്ലാ ജില്ലകളിലെയും വരുന്നവരുടെ. മലപ്പുറം ജില്ല എന്നുള്ള ലിസ്റ്റിനകത്ത് ഈ പേരുണ്ട്. അപ്പോൾ ഞാൻ നാച്ചുറലി ഞാൻ ആഗ്രഹിച്ചു, പിന്നെ വരുമല്ലോ, പരിചയപ്പെടാമല്ലോ എന്നൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ ഷൈല വന്നു, ഒരു ഹാഫ് സാരിയൊക്കെ ചുറ്റി. എന്ത് കളറാണ്? കളർ ചോപ്പായിരുന്നോ? ചോപ്പായതുകൊണ്ട് സാറിന് ഹാഫ് സാരി അല്ലേ? ഫുൾ സാരി. ഫുൾ സാരി. അല്ല, അന്ന് ഞങ്ങൾ സംസാരിച്ചു, പരിചയപ്പെട്ടു, എല്ലാവരോടും പരിചയപ്പെട്ടു. ഷൈലയും വല്ലതും പരിചയപ്പെട്ടു, ഞാനും പരിചയപ്പെട്ടു. ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ എന്നെ പറ്റി ഇതുപോലെ തന്നെ ഷൈലയ്ക്ക് അറിയാമായിരിക്കും. ഇതൊക്കെ ഷൈലയ്ക്ക് ബാധകമാണ്. നേരെ റിവേഴ്സായിട്ട് നോക്കിയാൽ CK വിശ്വനാഥൻ്റെയും CK ഓമനയുടെയും മകനായിട്ടുള്ള ബിനോയിയെയും ഷൈലയ്ക്ക് അറിയാമായിരിക്കണം. അറിയാം. എങ്ങനെയാണ് സാർ ഇതൊക്കെ? ഇത് കണ്ടു, ആദ്യത്തെ സംസാരിച്ചു, അതിനുശേഷം നിങ്ങൾ തമ്മിൽ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു? നിങ്ങൾ തമ്മിൽ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അതിന് പ്രണയത്തിൻ്റെ രൂപമൊക്കെ വരുന്നത് ഞങ്ങൾ BA ക്ക് പഠിക്കുമ്പോഴാണ്. ഞാൻ പറയട്ടെ എന്നാ ആ പോയിന്റ് ഓഫ് വ്യൂ ആദ്യമായിട്ട് കാണുന്ന തൊട്ട്? അല്ല, ഇതിപ്പോൾ ക്യാമ്പിൽ വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഞാൻ ചെന്ന് കയറിയപ്പോൾ ഞാനൊരു ദിവസം വൈകി എത്തിയത്, രാവിലെ എത്തുമായിരുന്നു. അപ്പോൾ ഉപ്പുമാവ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നേതാവാണല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതെന്താണ് നേതാവ് എന്നൊക്കെ. ഞാനാണെങ്കിൽ കുറച്ചുകൂടെ ഒരേ പ്രായമായതുകൊണ്ട് ഞാനും ഒരു മെച്യൂർ ആളാണല്ലോ. പക്ഷേ ആ ക്യാമ്പൊക്കെ കഴിഞ്ഞ് പിന്നെ അന്നൊന്നും ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കഴിഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്യാമ്പായിരുന്നു അത്. എന്നുവെച്ചാൽ പിന്നെ ഒരുപാട് നല്ല കലാകാരന്മാരും അങ്ങനെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ആദ്യം കണ്ടൊഴിച്ച പിന്നെ ഞാൻ അധികം കണ്ടില്ല. പോരാൻ നേരത്തെ ഒരു കാറിൽ കയറ്റി വിട്ടു, അത് അത്രയോ പിന്നെ കണ്ടുള്ളൂ. പിന്നെ ഇവരുടെ വീട് എറണാകുളത്താണ്. അപ്പോൾ ഒരു സ്ഥിരം സന്ദർശകരാണ് എല്ലാവരും അവിടെ, പാർട്ടിക്കാരും എല്ലാം. എന്തിന് ഡൽഹിക്ക് പോകണമെങ്കിൽ, മോസ്കോയ്ക്ക് പോകണമെങ്കിൽ, ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ പിന്നെയും BA ക്ക് പഠിക്കുമ്പോൾ ഒരു ബാങ്ക് ഇൻ്റർവ്യൂവിനോട് പോയി. അപ്പോൾ പിന്നെ വീണ്ടും കണ്ടു, പരിചയപ്പെട്ടു. പിന്നെ ഞാനാണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക്കാന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിച്ചിങ്ങനെ ഭയങ്കര. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിച്ചാൽ എനിക്കറിയാം അദ്ദേഹം അന്നും ഉറക്കമൊന്നുമില്ല, അത് ഭയങ്കര പാർട്ടി പ്രവർത്തനം. പക്ഷേ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒക്കെ ഒരു ഇത് കണ്ടു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ലൈഫ് ബുദ്ധിമുട്ടാണെങ്കിലും അന്നത്തെ ആദർശത്തിൻ്റെ ഒരു ഭയങ്കര ഇതുണ്ട്. അങ്ങനെ ഞങ്ങൾ 8 കൊല്ലം പ്രേമിച്ചു. 8 കൊല്ലം.
അപ്പോൾ അന്ന് അദ്ദേഹത്തിനെ കാണാൻ ഇത് ആദ്യം തുറന്നു പറയുന്നവരാണ്. ഈ പ്രേമിച്ചു എന്ന് പറയുമ്പോൾ പ്രേമത്തിനൊരു തുടക്കം ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഞാൻ തന്നെ. അത് എവിടെ വെച്ചാൽ എങ്ങനെയായിരുന്നു അത്? അത് പിന്നെ ഇടയ്ക്ക് കത്തൊക്കെ എഴുതും. അല്ല തുടക്കം എങ്ങനെയായിരുന്നു സാറ്? കത്തൊക്കെ എഴുതിട്ട് അല്ല തുടക്കം എങ്ങനെ പറഞ്ഞു സാറിന്? സാറിന് കത്തിലൂടെ ഒക്കെ എഴുതുമല്ലോ അങ്ങനെ, അത് മനസ്സറിയിച്ചു. കത്തിലൂടെ ഞാൻ എഴുതിയത് എൻ്റെ ജീവിതം ഞാൻ അപ്പം തന്നെ മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതം ഒരു പാർട്ടി പ്രവർത്തന ജീവിതമായിരിക്കുന്നു. അല്ലാതെ അങ്ങനെ ഒരു സമ്പാദിച്ച് വലിയ പണക്കാരനായി അങ്ങനെ ഒരു ജീവിതം ഞാൻ സങ്കല്പിച്ചിട്ടേ ഇല്ല. അപ്പം എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും സംഘർഷങ്ങളും മാഡം എഗ്രി ചെയ്തു? ഇല്ലില്ല. അപ്പൊ ഞാൻ ചേച്ചിയെ കാണിച്ചു കൊടുത്തു. അപ്പൊ എൻ്റെ ചേച്ചി മാഡത്തിന്റെ സൈഡിൽ നിന്ന് ഒന്നും ഇല്ല ഇല്ല ഇല്ല, എനിക്ക് അത്രയ്ക്ക് ഇല്ല ഇല്ല. പിന്നെ ഇതുണ്ട്, എനിക്കൊരു ആരാധനയുണ്ട്. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന, പാർട്ടിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആ ഒരു ഇതുണ്ട്. അതല്ലാതെ എനിക്ക് ഒന്ന് കാണാനൊന്നും ഒരു ഭംഗിയില്ലായിരുന്നു അന്ന്. ഇപ്പോഴുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു, എല്ലാരും പറയുന്നു, മക്കളൊക്കെ പറയുന്നു. ഞങ്ങളുടെ മക്കള് പറയും, എൻ്റെ പഴയ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, അമ്മയുടെ മുഖത്തല്ലായിരുന്നോ കണ്ണ്, അത്രയും മുടിയും നീട്ടി കണ്ണും കുഴിഞ്ഞ്, ജോലിയില്ല കൂലിയില്ല, എങ്ങനെയാണ് പ്രേമിച്ചത്? എന്നിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇദ്ദേഹമാണെങ്കിൽ പിന്നെ ഭയങ്കര നിർബന്ധക്കാരനാണ്. ഒരു കാര്യം വിചാരിച്ചാൽ നടത്തും. അത് പ്രേമത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാ. അല്ല എനിക്ക് ഇഷ്ടമില്ല എന്നല്ല, എനിക്ക് ഇവരുടെ വീടും പിന്നെ ചേച്ചിയും എല്ലാവരും അറിയാം. അപ്പം പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും എല്ലാവരും പോവും, അമ്മച്ചിയൊക്കെ പോവും. നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ യാതൊരു പ്രശ്നമില്ല, ജാതി മതം ഒന്നും ഒരു പ്രശ്നമില്ല, എവിടെയില്ല. ആ സമയത്ത് സാറിന്റെ മനസ്സിൽ ആ ഒരു സുവർണകാലം എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുമ്പോഴും രണ്ടുപേരെയും കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഗാനം, അതായത് ഒരു നൊസ്റ്റാൾജിക്കായിട്ട് ഉള്ളൊരു ഗാനം, നമ്മളിപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാട്ട്? അന്നത്തെ കാലത്ത് സിനിമകളൊന്നും അല്ല, എനിക്ക് പിന്നീട് എൻ്റെ മനസ്സിൽ പ്രണയം ഓർമ്മിപ്പിക്കുന്നത്, എൻ്റെ പ്രണയം എന്നെ ഓർപ്പിക്കുന്നത് ഈ ഒരു പിന്നെ ദൈവത്തിൻ്റെ വികൃതികൾ എന്നൊരു സിനിമ പിന്നീട് വന്നു. അതിനകത്തൊരു പാട്ടുണ്ട്, നമ്മുടെ മധുസാറ പാടുന്നത്, നസീറൻ നായർ. അദ്ദേഹം ഞങ്ങളുടെ എല്ലാവരുടെ കുടുംബത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട സന്താണ് അദ്ദേഹം. അദ്ദേഹം പാടുന്ന ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിലുള്ള ഇതാണ്, ഇരുളിൻ മഹാനിദ്രയിൽ നിന്ന് ഉണർത്തി നീ എനിക്ക് നിറമുള്ള ജീവിതത്തുണ്ട് തന്നു. പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ, ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ, ജീവനൊരുകുമ്പോൾ ഒരു തുള്ളി ഉറയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങു വേറെ, കനവിൻ്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിയിച്ചൊരാകാശമെങ്ങു വേറെ, ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നീർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും, ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നീർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും, കനിവിലൊരു കല്ലു കനിമധുരമാകുമ്പോഴും, കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു, നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു. ഇതൊരു ഉഗ്രൻ ഡെഡിക്കേഷനാണ് മാഡത്തിന് വേണ്ടിയിട്ട്. സോ ടച്ചിങ് എന്ന് പറയാം, കാരണം ഭയങ്കര ഡെഡിക്കേഷനായിരുന്നു. അതായത് നമ്മൾ പ്രേമിച്ചിരുന്ന സമയത്ത് ബാക്ക് ഡ്രോപ്പിൽ വന്നിരുന്ന പാട്ടുകളല്ല, പിന്നീട് കുറേ കാലത്തിന് ശേഷം വന്നൊരു പാട്ട് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് സാറിനെ കൊണ്ടുപോയി എന്നുള്ളത് അത്രയും വളരെ ഭയങ്കര സെലക്റ്റീവാണ്, നല്ല പാട്ടാണ്. സാർ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ആണ് സാറിൻ്റെ ജനനം, മാഡത്തിൻ്റെയും. നിങ്ങൾ വീണ്ടും ഒന്നിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, രണ്ടുപേരും രണ്ട് കമ്മ്യൂണിസ്റ്റ് ഇതിൽ നിന്ന്.
മക്കൾ രണ്ടുപേരും 2 പെൺകുട്ടികൾ, രണ്ടുപേരും പിന്നെ ഒരാൾ ജേർണലിസം, ഒരാൾ അഡ്വക്കേറ്റ് അല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത തലമുറ പിന്നെ ചുവന്ന പാതയിലൂടെ സഞ്ചരിക്കാതെ വേറെ വഴിയിലേക്ക് വിട്ടു. അത് അവരുടെ തീരുമാനമായിരുന്നു? ഇല്ല, അവർക്ക് നല്ല അഭിമുഖ്യമുണ്ട് ചുവപ്പിനോട്. ആ ചുവപ്പ് മുന്നോട്ട് വയ്ക്കുന്ന സംസ്കാരമുണ്ട്, അതിൻ്റെ ഒരു ആശയപരമായിട്ടുള്ള അടിത്തറയുണ്ട്. അത് 2 പേർക്കും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ പറഞ്ഞിട്ടൊന്നുമില്ല, പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളറിയാതെ ഞാൻ അങ്ങനെയാണ്, ഞാൻ എൻ്റെ അച്ഛനെ പറ്റിയുള്ള എൻ്റെ മനസ്സിലുള്ളൊരു ഇതുണ്ട്, അതാണ് എന്നെ കൊണ്ടുവന്നത് പാർട്ടിയിലേക്ക്. അത് അച്ഛനെ പിടിച്ച് കൊണ്ടുവന്നതൊന്നുമല്ല. അപ്പോൾ ഇത്രയും പിന്നെ അടിയുറപ്പോട് കൂടി നിൽക്കുന്നൊരു ആശയത്തിൻ്റെ കൂടെ അച്ഛൻ നടന്നെങ്കിൽ അതിൽ ശരി കാണുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് എൻ്റെ കൊച്ചു മനസ്സ്, ഞാൻ പുസ്തകം വെച്ചൊന്നും കമ്മ്യൂണിസ്റ്റ് അയാളല്ലേ ഞാൻ. അച്ഛനും അച്ഛൻ്റെ തലമുറയെ അനുഭവിച്ചിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ കടുത്ത പരീക്ഷണങ്ങളുണ്ട്, ത്യാഗമുണ്ട്, അതിൽ ചോരയും കണ്ണീരൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഞാൻ കിടന്ന ജയിലൊന്നും ജയിലല്ല. എൻ്റെ അച്ഛനും ആ തലമുറയും ജയിലിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ കിടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പിൽക്കാലത്തുള്ള ചെറിയ, ഇതൊന്നും ത്യാഗമൊന്നുമല്ല. ത്യാഗമെന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. ഞങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ കാലം മാറി. അപ്പോൾ ഞങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിലും ഞാൻ കിടന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒരു കഷ്ടി 1 മാസം കിടന്ന് പലപ്പോഴായിട്ട് കിടന്ന് കാണും, കഷ്ടിച്ച് 4-5 തവണയായിട്ട് കിടന്ന് കാണും. വർഗ്ഗസമരങ്ങളൊന്നുമില്ല, വിദ്യാർത്ഥികളുടെ സമരങ്ങൾ, പോലീസ് പതനം. വർഗ്ഗസമരം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ അതിന് ആഴമുണ്ട്, അതിന് ലക്ഷ്യങ്ങളും വ്യാപ്തിയും. വർഗ്ഗസമരം ഇസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്സ്. വർഗ്ഗസമരത്തിൻ്റെ ചെറിയ രൂപങ്ങളായിട്ട് വേണമെങ്കിൽ പറയാം. മാഡം ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ നിന്നല്ലായിരുന്നെങ്കിൽ ഈ ഒരു വിവാഹം സംഭവിക്കുമായിരുന്നു? ശൈലയുടെ ഒരു ബോധവും നിലവാരമുണ്ടല്ലോ, അതില്ലാത്ത ഒരാൾക്ക് എന്നോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുമായിരിക്കും. എൻ്റെ കൂടെ ജീവിതം പങ്കിടാൻ പറ്റില്ല ശൈലക്കല്ലാതെ. അതുപോലെ അങ്ങോട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് ഉള്ള രീതിയിലായിരുന്നു ആദ്യമായിട്ട് ഒരു ആകർഷണം തോന്നിയത്. കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു വിവാഹം സംഭവിക്കുമായിരുന്നു? അത് പറയാൻ പറ്റില്ല. കാരണം പിന്നെ അങ്ങനെ ആലോചിച്ചിട്ടില്ല, എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. സാറിന് മനസ്സിൽ അതായത് ടച്ച് ചെയ്യുന്ന ഒരു വിപ്ലവ ഗാനം ഏതാണ്? ഒത്തിരി ഉണ്ട്, ഒത്തിരി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു ശക്തരാകുവിൻ എന്നൊരു പാട്ട് വരുന്നത്. വയലാറിൻ്റെ പാട്ടാണ്. വയലാറിൻ്റെ എല്ലാ പാട്ടുകളെയും പോലെ തന്നെ ഇതും അതിമനോഹരമായ പാട്ട്. ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ എല്ലാം ഉണ്ട്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ സ്കൂളിൽ NCCയുടെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ NCC റൂമിലിരുന്ന് ഞാൻ യൂണിഫോം മാറിയിട്ട് എൻ്റെ സാധാരണ ഭാഷ ഇടുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള സിനിമാ തിയേറ്ററിൽ നിന്ന് ഈ പാട്ട് കേൾക്കാം. ഈ ഡ്രസ്സ് മാറുന്ന കാര്യം മറന്നിട്ട് കേട്ട് നിന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പാട്ടുകൾക്ക് ഓരോ വരികൾക്കും വലിയ അർത്ഥമുണ്ട്. അത് ഉള്ളിത്തട്ട് തന്നെ ആയിരിക്കും അദ്ദേഹം എഴുതിയത്, വയലാർ. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു ശക്തരാകുവിൻ. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു ശക്തരാകുവിൻ. സർവരാജ്യ തൊഴിലാളികളെ കാലത്തിന്റെ മുഖാകൃതി മാറ്റിയ കഴിഞ്ഞ നൂറ്റാണ്ടിൽ, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യമോചന രണഭൂമിയിൽ നിന്നുയർന്നതാണീ ശബ്ദം, മനുഷ്യമോചന രണഭൂമിയിൽ നിന്നുയർന്നതാണീ ശബ്ദം. ലെനിന്റെ ശബ്ദം, ലെനിന്റെ ശബ്ദം, ലെനിന്റെ ശബ്ദം. ഗോദാവരിയുടെ തരംഗമാലകൾ ഇതേറ്റുപാടുന്നു, ഗോദാവരിയുടെ തരംഗമാലകൾ ഇതേറ്റുപാടുന്നു. ഗംഗാനദിയും നൈലും യാൻസിയും ഇതേറ്റുപാടുന്നു, ഇതേറ്റുപാടുന്നു. ആഹാ ആഹാ ആഹാ. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു ശക്തരാകുവിൻ. സർവരാജ്യ തൊഴിലാളികളെ
കാഴ്ചങ്ങളകൾ കാഹളമൂതിയ കഴിഞ്ഞ നൂറ്റാണ്ടിൽ, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വിയർപ്പു വിളയും വയലേലയിൽ നിന്നുയർന്നതാണീ ശബ്ദം. വിയർപ്പു വിളയും വയലേലയിൽ നിന്നുയർന്നതാണീ ശബ്ദം. മനുഷ്യ ശബ്ദം, മനുഷ്യ ശബ്ദം, മനുഷ്യ ശബ്ദം. സ്വാതന്ത്ര്യത്തിൻ സമരപതാകകൾ ഇതു കേട്ടുയരുന്നു. സ്വാതന്ത്ര്യത്തിൻ സമരപതാകകൾ ഇതു കേട്ടുയരുന്നു. സാമ്രാജ്യങ്ങൾ ഉയർത്തിയ കോട്ടങ്ങൾ ഇതു കേട്ടുലയുന്നു. ഇതു കേട്ടുലയുന്നു. ആഹാ ആഹാ ആഹാ. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. സംഘടിച്ചു സംഘടിച്ചു ശക്തരാകുവിൻ. സർവരാജ്യ